നല്ല ചൂടാ അല്ലേ? ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ഈ വെയിലത്ത് നിൽക്കുമ്പോഴേക്ക് വീർത്തു പോകും, പെട്ടെന്ന് തളർച്ചയുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. പക്ഷേ നോമ്പ് കാലത്ത് അവർക്കും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും പാളയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരുണ്ട്. ഈ നോമ്പ് പിടിച്ച് വെള്ളം പോലും കുടിക്കാതെ പണിയെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ? അല്ലേ, ഒരുപാട് പേരുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു? എവിടെയാ എവിടെയാ എവിടെ ഇവിടെ ബിസിനസ്സാണോ? കൂലിപ്പണിയാണ് ഇവിടെ. ഇവിടെയോ? ഓക്കെ, ഒരു ജ്യൂസ് കുടിച്ചല്ലോ ചേട്ടാ, ഒരു ജ്യൂസ്. ജ്യൂസ്. അപ്പോൾ റോഷിമാൽ കൂടി നമുക്കൊപ്പം ചേരും. ഇപ്പോൾ സജീവ് പഞ്ചക്കടമ്പലിൻ്റെ വിഷയമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. റോഷിമാൽ ചേരുന്നുണ്ട്. അതിനു മുമ്പ് നാടെവിടെയാ? ನಮ್ಮ ನಾಡು ಬೆಂಗಳೂರು, ಕರ್ನಾಟಕ. നമ്മൾ ബാംഗ്ലൂരു. അതാണ് എനിക്ക് സംശയം. ഒരു പ്രത്യേക രീതിയിൽ എന്ത് വർക്ക് ചെയ്യുന്നത്? ಹೋಟೆಲ್ ಪಣಿ. ഹോട്ടൽ പണിയാണ് അല്ലേ? ഇന്നിപ്പോൾ പണിയില്ല? പണിയോടെ എല്ലാവരും നോക്കി പാവാട് ഇത്ര ആളുകളുണ്ട്. എത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നു? ഇന്ന് ഇവർക്ക് ആർക്കുമില്ല. അവിടെ എല്ലാവർക്കും കൂലി കുറവാണ്ട്. ഇങ്ങനെ ജീവിക്കാം? കൂലിയില്ല. കൂലി കുറവാണ്ട്. കൂലി കുറവാണ്. പണിയുണ്ട് വെറും കൂലി കുറവാ. ഇങ്ങനെ ജീവിക്കാം? കൂലി എത്ര കിട്ടുന്നുണ്ട്? 800 രൂപ കട്ടു, 500 രൂപ കട്ടു. ഇത് എത്ര? 600 रुपये मिलता, नहीं तो 700 मिलता, नहीं 500 रुपये मिलता. सुबह शाम तक काम करना पड़ेगा. ഓക്കെ. ഈ ചൂടത്ത് അല്ലേ? ചൂടത്തൊക്കെ. എത്ര വർഷമായിട്ട് കേരളത്തിലുണ്ട്? കേരളത്തിൽ ഉണ്ട് ഒരു 10 കൊല്ലായി. നാട്ടിൽ നിന്ന് വന്നേ എന്താ ഇങ്ങോട്ട് വരാൻ കാര്യം? ഞാൻ ഉണ്ടേ അവിടെ നമ്മ ഭാര്യ കുട്ടി അവിടെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇങ്ങോട്ടോ? മലയാളിയാണ് കല്യാണം കഴിച്ചത്? അത് ശരി. പ്രണയവിവാഹം വരുന്നു. കൊള്ളാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മറുനാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലെ മരുമകനാണ് ഈ നിൽക്കുന്നത് കേട്ടോ.